വെൽക്കം ടു മലയാളി ടെക് ക്ലബ്. ഇന്ന് നമ്മുടെ SQL ട്യൂട്ടോറിയൽ സീരീസിന്റെ 6ാമത്തെ വീഡിയോ ആണ്. ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇനി ആ ഡേറ്റാബേസിൻ്റെ ഉള്ളിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ടേബിൾ, എങ്ങനെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ കോളം ഡെഫിനിഷൻസ് എങ്ങനെ കൊടുക്കാം, എന്താണ് ഡേറ്റ ടൈപ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഡേറ്റയെ റോസ് ആൻഡ് കോളം ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ടേബിൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ യൂസ് ചെയ്യാം. സ്റ്റുഡൻറ്റിൻ്റെ ID, നെയിം, ഏജ് ഇങ്ങനെയുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഈ ടേബിൾ MySQL ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു സിൻടാക്സ് ഉണ്ട്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സെയിം കമാൻഡ് തന്നെയാണ്. അവിടെ ക്രിയേറ്റ് ഡേറ്റാബേസ് ആയിരുന്നു, ഇവിടെ ക്രിയേറ്റ് ടേബിൾ ആണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ ആ ടേബിളിൽ ഓരോ കോളത്തിൻ്റെയും നെയിം, അതിൻ്റെ ഡേറ്റ ടൈപ്പ്, ഇതെല്ലാം നമ്മൾ കോമ സെപ്പറേറ്റഡ് ആയിട്ട് മെൻഷൻ ചെയ്യണം. നമ്മൾ ടേബിളിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ഏത് ടൈപ്പിലുള്ളതാണെന്ന് മെൻഷൻ ചെയ്യുന്നതാണ് ഡേറ്റ ടൈപ്പ്. അതൊരു നമ്പർ ആണോ, സ്ട്രിങ് ആണോ, ഇതൊക്കെയാണ് ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്, നമ്മുടെ ഹോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. പിന്നെ വാർക്യാർ, അത് ടെക്സ്റ്റ് ആയിട്ടുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ സ്ട്രിങ് എന്ന് പറയും. പിന്നെ ഡേറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്ലോട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. MySQL കമാൻഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ലൈൻ ക്ലയൻറ്റോ MySQL വർക്ക് ബെഞ്ചോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് രണ്ടും യൂസ് ചെയ്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കമാൻഡ് ലൈൻ ക്ലയൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് കൊടുക്കണം. ദെൻ എൻ്റർ അടിക്കുക. എനിക്ക് എൻ്റെ MySQL കമാൻഡ്സ് റൺ ചെയ്യാം. ഞാനിപ്പോൾ ഏത് ഡേറ്റാബേസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒരു സെലക്ട് ഡേറ്റാബേസ് കമാൻഡ് റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് നൾ എന്നാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, കാരണം ഞാൻ ഒരു ഡേറ്റാബേസും യൂസ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. സോ ഞാനവിടെ ഒരു യൂസ് കമാൻഡ് കൊടുക്കുകയാണ്. യൂസ്, എൻ്റെ ഡേറ്റാബേസിൻ്റെ പേര് സ്കൂൾ, അത് കൊടുക്കുമ്പോൾ ഡേറ്റാബേസ് ചേഞ്ച് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സെലക്ട് ഡേറ്റാബേസ് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കിയാൽ അവിടെ സ്കൂൾ എന്ന് ഡേറ്റാബേസിൻ്റെ പേര് കാണാം. ഇനി നമുക്ക് ഈ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. ടേബിൾ നെയിം ഞാൻ സ്റ്റുഡൻറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ എൻ്റെ കോളം നെയിം ഏതൊക്കെയാണോ അത് കൊടുക്കുക, അതിൻ്റെ ഡേറ്റ ടൈപ്പും കൊടുക്കുക. ഞാൻ ഒന്നാമത്തെ കോളം ID എന്ന് കൊടുക്കുകയാണ്. സ്പേസ് കൊടുക്കുക, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ കോമ, നെക്സ്റ്റ് കോളം നെയിം ആണ് കൊടുക്കുന്നത്, സ്റ്റുഡൻറ്റിൻ്റെ നെയിം. അത് ഒരു ടെക്സ്റ്റ് ഡേറ്റ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഞാനവിടെ വാർക്യാർ 50 എന്ന് കൊടുക്കുന്നുണ്ട്. 50 എന്ന് ഞാനവിടെ മെൻഷൻ ചെയ്യുന്നത് ആ നെയിമിൽ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് വരാം എന്നുള്ളതാണ്. അതിൻ്റെ സൈസാണ് ആ വാർക്യാറിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. ദെൻ അടുത്ത കോളം നെയിം ഏജ്, അത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ഞാനവിടെ ഇൻറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ എൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ ക്വറി ഓക്കെ, 0 റോസ് അഫക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് എൻ്റെ ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു ടേബിൾ MySQL വർക്ക് ബെഞ്ച് യൂസ് ചെയ്തും ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ MySQL വർക്ക് ബെഞ്ച് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ റൂട്ട് പാസ്വേഡ് കൊടുക്കുകയാണ്. ദെൻ സെയിം സെലക്ട് ഡേറ്റാബേസ് കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ നൾ എന്നാണ് വരുന്നത്, ഡേറ്റാബേസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. സോ ഞാൻ എൻ്റെ യൂസ് ഡേറ്റാബേസ് കമാൻഡ് കൊടുക്കണം. ഞാനവിടെ യൂസ്, എൻ്റെ ഡേറ്റാബേസിൻ്റെ പേരായിട്ടുള്ള സ്കൂൾ എന്ന് കൊടുക്കുകയാണ്. ദെൻ അത് റൺ ചെയ്യുക. അപ്പോൾ യൂസ് സ്കൂൾ 0 റോസ് അഫക്റ്റഡ്, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ സ്കൂൾ എന്ന് പറയുന്ന ഡേറ്റാബേസിൻ്റെ ഉള്ളിൽ ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര് ഞാൻ കോഴ്സസ് എന്ന് കൊടുക്കുകയാണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ ആ കോഴ്സസ് എന്ന് പറയുന്ന ടേബിളിൽ എനിക്ക് ഏതൊക്കെ കോളംസ് ആണ് വേണ്ടത് അത് കൊടുക്കാം. ഞാൻ ID എന്ന് പറയുന്നൊരു കോളം കൊടുക്കുന്നുണ്ട്. ഡേറ്റ ടൈപ്പ് ഇൻറ്റ് കൊടുക്കുകയാണ്. അതുപോലെ കോഴ്സിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി ഒരു കോളം നെയിം എന്ന് കൊടുക്കുകയാണ്. അത് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ വാർക്യാർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ് കൊടുക്കുന്നത്. സൈസ് ഞാനവിടെ 50 ആണ് കൊടുക്കുന്നത്. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടി ഡ്യൂറേഷൻ എന്ന് പറയുന്നൊരു കോളം കൂടെ കൊടുക്കുകയാണ്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. ഇനി ആ ക്രിയേറ്റ് കമാൻഡ് ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ അവിടെ എനിക്ക് താഴെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, ക്രിയേറ്റ് ടേബിൾ കോഴ്സസ് 0 റോസ് അഫക്റ്റഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടേബിൾ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ സ്കൂൾ എന്ന് പറയുന്ന ഡേറ്റാബേസിൽ 2 ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്റും കോഴ്സസും.
അപ്പോൾ നമുക്ക് ഈ ടേബിൾസ് ഒക്കെ ഇതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ ടേബിൾസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഷോ ടേബിൾസ് എന്ന കമാൻഡ് കൊടുത്താൽ ആ ഡേറ്റാബേസിലുള്ള ടേബിൾസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ആവും. ഞാനത് റൺ ചെയ്യുമ്പോൾ ടേബിൾസ് ഇൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കോഴ്സസ് സ്റ്റുഡൻറ്റ് ഇങ്ങനെ 2 ടേബിൾസും അവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിൾസിൻ്റെ സ്ട്രക്ചർ കാണണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിസ്ക്രൈബ് ടേബിൾ നെയിം. ഡിസ്ക്രൈബ് എന്ന് കൊടുത്തിട്ട് ഒരു ടേബിൾ നെയിം കൊടുത്താൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്യുകയാണ്. ഇപ്പോൾ ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എനിക്ക് അവിടെ കാണാൻ പറ്റും. ഏതൊക്കെ ഫീൽഡാണുള്ളത്. ഫീൽഡ് മീൻസ് നമ്മൾ കൊടുത്ത കോളം നെയിംസ്, അതവിടെ ID, നെയിം, ഏജ് 3 കോളം നെയിമും ഫീൽഡിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡേറ്റ ടൈപ്പ്, ഞാൻ കൊടുത്ത സെയിം ഡേറ്റ ടൈപ്പ് അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നൾ എന്ന് പറഞ്ഞാൽ ആ കോളംസ് ഒക്കെ നള്ളാവാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നള്ളാവാൻ പാടില്ല എന്ന് ഞാൻ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം എസ് എന്നാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് നള്ളാവാൻ പാടില്ല എന്ന് മെൻഷൻ ചെയ്യുന്നത്, അതുപോലെ കീ എന്താണ്, ഡിഫോൾട്ട് എന്താണെന്നൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ കോളംസ് എന്താണ്, ഡേറ്റ ടൈപ്സ് എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഈ ടേബിൾസിലേക്ക് എങ്ങനെയാണ് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.